أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفغير دين الله يبغون وله أسلم من في السماوات والأرض طوعا وكرها وإليه يرجعون. صدق الله العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, സർവശക്തനായ നാഥൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സൂക്ഷ്മതയുള്ള അടിയാറുകളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അതേപോലെ എൻ്റെ സഹോദരന്മാരോടും എൻ്റെ കുട്ടികളോടും വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ രംഗങ്ങളിലും വളരെ സൂക്ഷ്മതയോടുകൂടി അനുധാവനം ചെയ്ത് ജീവിക്കുന്ന പടച്ചവൻ്റെ കൽപ്പനകളെ പിൻപറ്റി ജീവിക്കുന്ന അവൻ്റെ ഉത്തമദാസന്മാരിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ തൃപ്തിയും പ്രീതിയും പൊരുത്തവും കാംക്ഷിച്ച് നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നാം ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്ക് കഴിഞ്ഞ ആഴ്ച അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് സമാധാനത്തിന് വേണ്ടി നൽകിയിട്ടുള്ള കുടുംബം എന്ന് പറയുന്ന ഒരു സംവിധാനവും ആ കുടുംബം എന്ന വീട് എന്ന സംവിധാനത്തെ പുതിയ ചില ലോകക്രമങ്ങളും പുതിയ ചില സിദ്ധാന്തങ്ങളുമൊക്കെ അതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മനുഷ്യനെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു മേഖലയിലേക്ക് വിഹരിക്കാൻ അവൻ്റെ ശരീരവും അവൻ്റെ മനസ്സിൻ്റെ ഇഷ്ടവും അനുസരിച്ച് ജീവിക്കുവാൻ, അങ്ങനെ ആരുടെയും നിയന്ത്രണങ്ങളില്ലാത്ത, ആരോടും വിധേയത്വമില്ലാത്ത, ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത ഒരു സ്വതന്ത്രമായ ജീവിതത്തെ വിഭാവനം ചെയ്യുന്ന ലിബറലിസം നമ്മുടെ കുടുംബങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് ആണ് ഞാൻ സൂചിപ്പിച്ചത്. അതിനോടനുബന്ധിച്ച് പറയേണ്ട ഒന്ന് രണ്ട് വർത്തമാനങ്ങൾ കൂടെ ഇന്നത്തെ ഖുതുബയിൽ നമുക്ക് നമ്മുടെ പരിമിതമായ സമയത്ത് നിന്നുകൊണ്ട് പറയാമെന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഏറ്റവും നല്ല നിലയിൽ പറയുവാനും കേൾക്കുവാനും സർവോപരി നമ്മുടെ ജീവിതത്തിൽ വളരെ സൂക്ഷ്മതയോടുകൂടെ അതൊക്കെ പിൻപറ്റുവാൻ നാഥൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞാനിവിടെ ഓതി വെച്ചത് സൂറത്ത് ആലിമ്രാനിലെ ഒരായത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ, അള്ളാഹുവിൻ്റെ ദീനല്ലാത്ത മറ്റൊന്നിനെയാണോ നിങ്ങൾ താല്പര്യപ്പെടുന്നത്? നിങ്ങളൊന്ന് മനസ്സിലാക്കുക. വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ള എല്ലാ ഓരോ പടപ്പും തൗഅൻ വഖർഹൻ വഇലൈഹി യുർജഊൻ, എല്ലാവരും സ്വമേധയായോ നിർബന്ധിതമായോ പടച്ച തമ്പുരാന്റെ നിയമത്തെ അല്ലാത്ത വേറൊരു നിയമത്തെയും ഇവിടെ അള്ളാഹുവിൻ്റെ ഒരു പടപ്പുകളും അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടികളും അനുസരിക്കുന്നില്ല. എല്ലാവരും പടച്ചവൻ്റെ നിയമങ്ങൾ, അവൻ്റെ കൽപ്പനകൾ അനുശാസിക്കുവാൻ അല്ലെങ്കിൽ അതിന് വിധേയപ്പെടുവാൻ കൽപ്പിക്കപ്പെട്ട രൂപത്തിലാണ് അള്ളാഹു ഈ ദുനിയാവിൽ മനുഷ്യനെ പടച്ചിട്ടുള്ളത്. അങ്ങനത്തെ ഒരു ദീനല്ലാത്ത ഒരു ദീന്, അങ്ങനത്തെ അവൻ്റെ നിയമമല്ലാത്ത ഒരു നിയമം തീർച്ചയായിട്ടും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അടുത്ത് അത് സ്വീകാര്യമല്ല. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ആര് അള്ളാഹുവിൻ്റെ ദീനല്ലാത്ത ഒരു ദീനിനെ, പടച്ചോൻ്റെ ദീന്, ഈ ഇസ്ലാം അല്ലാത്ത ഒരു ദീനിനെ അതിനെ നിങ്ങൾ ദീനായിട്ട് അംഗീകരിക്കുകയാണെങ്കിൽ വലൻ യുഖ്ബല മിൻഹു, ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അത് നാളെ പരലോകത്ത് വലിയ വേദനാജനകമായ നഷ്ടവാളികളായ ഒരവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുക, യാതൊരു സംശയമില്ല. ഒരേ സൂറത്തിലെ 2 ആയത്തുകളാണ് ഇപ്പോൾ ഞാൻ ഈ ഓതിപ്പിച്ചത്, 83ഉം 85ഉം ആയത്തുകൾ. ഈ 2 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ എൻ്റെ നിയമത്തെ പാലിക്കുന്നു. രണ്ടാമത്തത്, അതല്ലാത്തൊരു നിയമം നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കുകയും സാധ്യമല്ല,
മാത്രമല്ല നിങ്ങൾ അങ്ങനത്തെ ഒരു നിയമത്തെ പിൻപറ്റി ജീവിക്കുകയാണെങ്കിൽ അത് പടച്ചു തമ്പുരാൻ സ്വീകരിക്കുകയുമില്ല. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പടച്ചിട്ട് ആ റബ്ബാണ് നമ്മളെങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പറയേണ്ടത്. അങ്ങനെ റഹ്മാനായ റബ്ബ് നമുക്ക് ജീവിക്കാനുള്ള ഒരു വളരെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു സംവിധാനം പടച്ച തമ്പുരാൻ നമുക്ക് കാണിച്ചു തന്നു. ആ കാണിച്ചു തന്നതിന് ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാതെ നമ്മുടെ താല്പര്യത്തിനും നമ്മുടെ സൗകര്യത്തിനും ഒക്കെ ഇഷ്ടപ്പെട്ട രൂപത്തിൽ ആളുകൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഓരോ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കി. അത് കമ്മ്യൂണിസം എന്ന് പറയും, മാർക്സിസം എന്ന് പറയും, സോഷ്യലിസം എന്ന് പറയും, സെക്യുലറിസം എന്ന് പറയും, ക്യാപിറ്റലിസം എന്ന് പറയും, മെറ്റീരിയലിസം എന്ന് പറയും. ഇങ്ങനെ പല പേരുകളിൽ ഭൗതികവാദം, അതേപോലെ നിരീശ്വരവാദം, അതുമാതിരി സ്വതന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ പോലെ പല പേരുകളിൽ മനുഷ്യന്മാർ പല സിദ്ധാന്തങ്ങളും ഉണ്ടാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇതേത് നിയമങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾ തട്ടിക്കൂട്ടിയാലും പല യുഖ്ബല മിൻഹു, അതൊന്നും നിങ്ങളിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുകയില്ല. മറിച്ച് നിങ്ങൾ സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ നിർബന്ധമായും പടച്ച തമ്പുരാന്റെ നിയമമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങൾ പാലിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്ന് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഓരോ വസ്തുക്കളും നിങ്ങൾ എടുത്തു നോക്കിയാലും അത് ഏത് ചെറിയ ഒരു അണു മുതൽ അണ്ടകടാഹത്തിലെ വലിയ ഗോളങ്ങളും ഗ്രഹങ്ങളും വരെ എല്ലാറ്റിനെയും നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അതൊക്കെ റഹ്മാനായ റബ്ബിന്റെ കൽപ്പനകൾക്കനുസരിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കുക, ഈ പ്രപഞ്ചത്തിലത്തെ ഓരോ വസ്തുവിനെയും നിങ്ങൾ എടുക്കുക. 87 ലക്ഷം ജീവജാലങ്ങൾ പറഞ്ഞാൽ 87 തരം, 87 ലക്ഷം തരങ്ങൾ ഭൂമുഖത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രാണിയും പാറ്റയും പല്ലിയും പറഞ്ഞ പോലുള്ള എല്ലാറ്റിനെയും കൂടെ നിങ്ങൾ എടുത്തു നോക്കിയാൽ 87 ലക്ഷത്തിലധികം ജീവജാലങ്ങൾ ഈ ഭൂമുഖത്തുള്ളതായിട്ടാണ് മനുഷ്യൻ ഇതുവരെ കണ്ടുപിടിച്ച ഒരു കണക്ക്. ഈ പറയപ്പെട്ട എല്ലാ ഓരോ വസ്തുക്കളും അള്ളാന്റെ കൽപ്പന പാലിച്ചിട്ടാണ്. എൻ്റെ കുട്ടികളൊന്ന് ആലോചിക്കേണ്ടത്, രാവിലെ നേരം വെളുത്തുവെന്ന് നിങ്ങൾ എങ്ങനെ അറിയലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ നേരത്തെ തന്നെ പക്ഷികളുടെ കളകൂജനം കേൾക്കും, പക്ഷികളുടെ ശബ്ദം കേൾക്കും. പക്ഷികൾ ആ നേരത്തെ സബ്ബഹ ലില്ലാഹി മാഫിസ് സമാവാതി വമാഫിൽ അർളി വഹുവൽ അസീസുൽ ഹകീം, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് തസ്ബീഹ് ചെയ്യുകയാണ് ആകാശഭൂമിയിലുള്ള എല്ലാ സാധനവും. അവരൊക്കെ അതിപ്രഭാത വേളയിൽ തന്നെ ഒരാളും വിളിച്ചു വരുത്തണ്ട, ഒരാളും അലാറം വെക്കണ്ട, ഒരാളും അവരിനെ വിളിക്കണ്ട, ഒരു വാർഡനും വന്ന് തട്ടി ഉണർത്തണ്ട. അവർ തന്നെ ഉണരും. അവർ തന്നെ ഉണർന്നുകൊണ്ട് അള്ളാഹുവിനെ പ്രകീർത്തിക്കുക എന്ന് പറയുന്ന പണി അവർ ചെയ്യും. ഇത് പക്ഷികൾ മാത്രമല്ല, എല്ലാ ഓരോ പ്രാണികളും എല്ലാ ഓരോ ജീവജാലങ്ങളും ഇങ്ങനെ റബ്ബിന്റെ കൽപ്പനകൾ കൃത്യമായി പാലിച്ചും മാനിച്ചും കൊണ്ടുപോകുന്നു. നമ്മൾ സാധാരണ പറയാറുണ്ട്, തവള കരഞ്ഞാൽ മഴ പെയ്യും. ശരിയാണോ? തവള കരഞ്ഞാൽ മഴ പെയ്യോ? ഇതിങ്ങനെ നമ്മുടെ ആളുകളുടെ ഇടയിൽ ഒരു സംശയം അല്ലേ. ഒരു പച്ച സാധനം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും എന്തോ പൈസ തരാനുണ്ട്, അല്ലെങ്കിൽ ഏതോ പിരിവ് കൊടുക്കാനുണ്ട്, നേർച്ചയാക്കിയത് കൊടുക്കാനുണ്ട്. ഇങ്ങനെ കുറേ അന്ധവിശ്വാസം. ഈ തവള കരഞ്ഞാൽ മഴ പെയ്യും പറയണ അന്ധവിശ്വാസമാണ്. നമ്മളൊക്കെ അന്ധവിശ്വാസമാണെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. സമ്മതി ഒരു സംഭവം ശരിയാണ്, തവള കരഞ്ഞാൽ മഴ പെയ്യും. പക്ഷെ തവള കരയുകയല്ല ചെയ്യണത്. തവളനെ നിങ്ങൾ പിടിച്ചു നോക്കിയിട്ടുണ്ടോ? തവളയെ പിടിച്ചു നോക്കിയാൽ തവളൻ്റെ മുഖത്ത് ഇങ്ങനെ ചെറിയൊരു അടയാളം ഉണ്ടാവും. അതൊരു സെൻസറാണ്. സെൻസർ പറഞ്ഞറിയില്ലേ? നമ്മളിപ്പോൾ ടോൾ ഗേറ്റിലൊക്കെ പോണ സമയത്ത് നമ്മുടെ കാറിന്റെ മുമ്പിൽ നിന്ന് ഒരൊറ്റ മിന്നലാണ്, സാധനം പൈസ അടിച്ചു മാറ്റിയാണ്. അതാണ് സെൻസർ. അതേപോലെ ഈ തവളയുടെ മുഖത്തുള്ള ഒരു സെൻസർ ഉണ്ട്. ആ സെൻസറിലേക്ക് തണുത്ത കാറ്റ് കടിച്ചു കഴിഞ്ഞാൽ, ഈർപ്പമുള്ള കാറ്റടിച്ചാൽ തവളയ്ക്ക് മനസ്സിലാവും എവിടെയോ മേഘങ്ങളെ വഹിച്ചു കൊണ്ടുവരുന്ന മഴയുള്ള കാറ്റ് വരുന്നു, മഴ വരാൻ പോകുന്നു. ആ മഴ വന്നു കഴിഞ്ഞാൽ ഈ കുളവും കൊണ്ടും പാടവും അതേപോലെ തന്നെ എല്ലാം നിറഞ്ഞ് ഇഷ്ടം പോലെ വെള്ളമായി ഞങ്ങൾക്ക് ചാടാനും കുളിക്കാനും ഇണചേരാനും പ്രത്യുൽപാദനത്തിനും മക്കളെ വളർത്താനും ഒക്കെ ഇഷ്ടം പോലായി. ഊഷരമായ ഈ ചൂടിൽ നിന്ന് രക്ഷ കിട്ടാൻ അവർക്കതാ വെള്ളമുട്ടിന്റെ അനുഗ്രഹമായിട്ട് അള്ളാഹു അതാ സമൃദ്ധമായ മഴയുടെ കാറ്റിനെ അയച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അവര് സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ നമുക്കത് പേപ്പറോ എന്ന് കേൾക്കുക. അവര് അള്ളാഹുവിനെ സ്തുതിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, ഏറ്റവും ചെറിയ ഘടകം മുതൽ ഏറ്റവും വലിയ ആള് വരെ റബ്ബിന്റെ നിയമത്തെ പാലിക്കുന്നുണ്ട്. സൂര്യചന്ദ്രന്മാരും ഇപ്പൊ നോക്കുക, ഭൂമിയും സൂര്യനും തമ്മിൽ എത്ര അകലം? 124 കോടിയോളം അകലമുണ്ട്, കിലോമീറ്റർ. ആ അകലത്തൊന്ന് കുറച്ച് ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കുക, കുറച്ച് അങ്ങോട്ടൊന്ന് കയറി നിൽക്കുക. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കി. ഇന്നിപ്പോ എത്രയാണ് ഡേറ്റ്? 2024 ഡിസംബർ 6.
ഒരു 2054 ഡിസംബർ 6 സൂര്യൻ എത്ര മണിക്കാ ഉദിക്കുക, എത്ര മണിക്കാ അസ്തമിക്കുക എന്ന് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ സൂര്യന്റെ ഉദയത്തിന് അസ്തമനത്തിന് അള്ളാഹു കൊടുത്ത ആ ആ തഖ്ദീർ, പടച്ച തമ്പുരാന്റെ ആ കൽപ്പന, അവന്റെ ആ നിശ്ചയിച്ച അത് താണ്ടിക്കൊണ്ട് അത് പോണില്ല. ഈ എല്ലാ സാധനവും റബ്ബിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടിരിക്കുകയാണ്, അള്ളാന്റെ നിയമം പാലിക്കാം. ഇനി ഞാൻ വേറൊന്നും കുട്ടികളോട് ചോദിക്കട്ടെ. അതായത് എന്നിട്ട് നമ്മുടെ ഇപ്പൊ നിങ്ങളുടെ ഒരു ഇല അങ്ങനെ കൊഴിഞ്ഞ് നിലത്ത് വീണ് വിചാരിക്കുക, മരത്തിൽ നിന്ന് ഒരു ഇല കൊഴിഞ്ഞ് താഴെ വീണു, എന്താ സംഭവിക്കുക? അത് കുറച്ചു നേരം കഴിയുമ്പോഴേക്ക് അളിഞ്ഞ് ഡീക്കേ ആയിട്ട് ഭൂമിയോട് ചേർന്ന് പോകും. അതിനെ അളിയിച്ച് അതിനെ ജീർണിപ്പിച്ച് മണ്ണിനോട് ചേർന്ന് ആരാണെന്ന് ചോദിച്ചാൽ അതിന് അള്ളാഹു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പഠിച്ച വേറെ കുറെ പടപ്പുകളുണ്ട്. അതിനെ നിങ്ങൾ മൈക്രോ ഓർഗാനിസം എന്നാണ് പറയുക, സൂക്ഷ്മജീവികൾ എന്നാണ് പറയുക. ആ സൂക്ഷ്മജീവികളൊക്കെ കൂടെ പണിയെടുത്തിട്ട് ആ ഇലയെ എന്ത് ചെയ്യുന്നു? മണ്ണിനോട് ചേർത്തി അങ്ങ് കളയുന്നു. അങ്ങനെ മണ്ണിനോട് ചേർത്തി അത് പോകും. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, ഈ അണ്ഡകടാഹത്തിലെ ഭൂമിയേക്കാൾ 130 ലക്ഷക്കണക്കിന് മടങ്ങ് വലുപ്പമുള്ള സൂര്യനും, അതേപോലെ തന്നെ 10,000 കോടിയിലധികം 10 ലക്ഷം കോടി, ഒരു കോടി പറഞ്ഞാൽ എത്രയെന്ന് അറിയാലോ, 10 ലക്ഷം കോടികൾ ഗാലക്സി ഉണ്ട് എന്നാണ് പറയണത്. ലോകത്ത് ആകെ കൂടെ ഇപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 കോടി ഗാലക്സികൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് പറയുന്ന ദൃശ്യപ്രപഞ്ചത്തിന്. അതിന്റെ അപ്പുറത്ത് വേറെ അവരൊക്കെ റബ്ബിന്റെ കൽപ്പന പാലിക്കുകയാണ്. ഈ എല്ലാ സാധനവും പടച്ചോൻ എന്താണോ അവർക്കൊരു കൽപ്പന കൊടുത്തത്, വലഹു അസ്ലമ മൻഫിസ് സമാവാതി വല്ലാർ, എല്ലാ മുസ്ലിമായിട്ട് അങ്ങോട്ട് ജീവിക്കുകയാണ്. എല്ലാവരും റബ്ബിന്റെ കൽപ്പനകൾ പാലിക്കുകയാണ്. ആ ഏറ്റവും വലിയ ഗ്രഹങ്ങളും ഗോളം മുതൽ ഏറ്റവും ചെറിയ മൈക്രോ ഓർഗാനിസം വരെ. ഇതിൽ ആരെങ്കിലും ഉള്ള പണിമുടക്കിയതെന്ന് വിചാരിക്കാം. ആരെങ്കിലും പണി മുടക്കി കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മൾ ഈ മൈക്രോ ഓർഗാനിസം എന്ന് പറഞ്ഞു, ആ സാധനം അള്ളാഹ് പറഞ്ഞ കൽപ്പന കേൾക്കുന്നില്ല, ഞങ്ങൾ പണിയെടുക്കൂല എന്നങ്ങോട്ട് വിചാരിച്ച എന്താ സംഭവിക്കുക? ഈ ഭൂമുഖത്ത് ഇന്നേ വരെ ചത്തുപോണ സാധനമൊക്കെ അവിടെ കിടക്കണ്ടോ? ഇതിനെന്താ സുഖം എന്നറിയാം? എന്റെ വെല്ലിപ്പാനെ കാണണമെന്നുണ്ടോ? പോയി നോക്കി അങ്ങനെ ചിരിച്ച് കിടക്കട്ടോ. കാരണം എന്താ? ജെറിച്ചിട്ടില്ല, അളിഞ്ഞിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം ഇവര് പണിയെടുത്തിട്ടില്ല. ഇപ്പൊ എത്രയോ മുമ്പ് എവറസ്റ്റിലേക്ക് പോയ ആളുടെ ജഡ അവിടെ കണ്ടെത്തിയില്ല ഇപ്പൊ ഈ ഇടയ്ക്ക്. കാരണം എന്താ? അവിടെ മൈക്രോ ഓർഗാനിസത്തിന് ആ സൈസിൽ ജീവിക്കാൻ കഴിയില്ല. അപ്പൊ ഈ അർത്ഥത്തിൽ നമ്മൾ എടുത്തു നോക്കിയാൽ ആ ചെറിയ സാധനം പണിമുടക്കിയാലും ഭൂമി ശവപ്പുറപ്പാവും. ഈ വലിയ സാധനം പണിമുടക്കിയാൽ ഭൂമി ആകാൻ താറുമാറാവും. അപ്പൊ ഇവരെല്ലാവരും കൃത്യമായിട്ട് പടച്ച തമ്പുരാന്റെ കൽപ്പന പാലിക്കുന്നതുകൊണ്ടാണ് ഈ ഭൂമുഖത്ത് നിങ്ങൾക്ക് സന്തോഷകരമായി സമാധാനകരമായിട്ട് കാറ്റും വെള്ളവും വെളിച്ചവും മഴയും അതേപോലെ വെയിലും പോലെയുള്ള സംഗതികളൊക്കെ ലഭ്യമാകുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ റഹ്മാനായ റബ്ബിന്റെ കൽപ്പനകൾ അതേപോലെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ്. ആയതുകൊണ്ട് ഈ പ്രപഞ്ചത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ, ചിന്തിക്കുകയാണെങ്കിൽ, ഇതൊക്കെ പാലിക്കുന്ന ഈ പ്രപഞ്ചത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ നമുക്കൊന്നും ഒരു വളരെ ചെറിയ ഒരു പക്ഷി, വലിയൊരു കടലെന്ന് ഒരു പക്ഷി വെള്ളം കുടിച്ചാൽ എത്ര വെള്ളം അതിന്റെ കൊക്കിൽ ഒതുങ്ങും? അത്ര ഇൽമേ ഈ വിഷയത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളൂ എന്നാണ് ചില പണ്ഡിതന്മാരൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. 1977 വോയേജർ എന്ന് പറയുന്ന ഒരു സാധനം ഇവിടുന്ന് അയച്ചു. 1977 ആ സാധനം ഇപ്പം എത്ര കൊല്ലമായി? 10-40 കൊല്ലത്തിന്റെ മേലെയായി. ഈ 40 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറിൽ 62,000 കിലോമീറ്റർ സ്പീഡ്. നമ്മൾ 60 കിലോമീറ്റർ സ്പീഡ് പോകുമ്പോൾ തന്നെ ബൈക്കിൽ വിറക്കണം അല്ലേ? 62,000 കിലോമീറ്റർ സ്പീഡിൽ ഈ വോയേജർ ഓടാൻ തുടങ്ങിയിട്ട് ഈ 40 കൊല്ലമായിട്ടും എങ്ങോട്ട് കടന്നിട്ടില്ല? നമ്മുടെ സൗരയൂഥം കടന്ന് പുറത്തു പോയിട്ടില്ല. അതിന്റെ അപ്പുറത്തുള്ള ലോകത്തുള്ള ഗ്രഹങ്ങളെക്കുറിച്ച്, ഗോളങ്ങളെക്കുറിച്ച് മനുഷ്യൻ പഠിക്കാൻ നോക്കുകയാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ മനുഷ്യനെ ചിന്തിപ്പിക്കുകയാണ്. ഇതിനെയൊക്കെ പടച്ച ഒരു പടച്ച തമ്പുരാൻ, ആ റഹ്മാനായ റബ്ബിന്റെ കൽപ്പനകൾ ഇവരെല്ലാവരും മാനിച്ചു പോകുമ്പോൾ അതിൽപ്പെട്ട മനുഷ്യനായ നമ്മൾ ആരെയാണ് പാലിക്കേണ്ടത്, എന്താണ് പാലിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവായ പടച്ച തമ്പുരാന്റെ ആ നിയമങ്ങളെ, കൽപ്പനകളെ നിങ്ങളുടെ ജീവിതത്തിൽ പാലിക്കണം. അത് പാലിക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പൊ പറയപ്പെടുന്നത് എന്താണ്?
അതൊക്കെ ആരൊക്കെയോ 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃത യുഗത്തിൽ ആരോ തട്ടിക്കൂട്ടിയ നിയമമാണ്. ഇത് പുതിയ സ്വാതന്ത്ര്യത്തിന്റെ ലോകമാണ്. മൈ ബോഡി മൈ റൈറ്റ്, അല്ലേ? എന്റെ ശരീരം എന്റെ സ്വാതന്ത്ര്യം, എനിക്ക് ഇഷ്ടം പോലെ. അള്ളാഹു ചോദിക്കാണ്, അങ്ങനെ നിങ്ങളുടെ മനസ്സിന്റെ ഇച്ഛകളെ, നിങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങളെ ദൈവങ്ങളാക്കുക. പടച്ചോൻ പറഞ്ഞത് കേൾക്കാണ്ട് ശരീരം പറഞ്ഞത് കേൾക്കുക, അവന്റെ മനസ്സിന്റെ ഇച്ഛക്കൊത്ത് വിടുക. അങ്ങനെ വിട്ടുകഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ച ഈ മനുഷ്യൻ എന്ന് പറയുന്ന, വലക്കത് കറംനാ ബനി ആദം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഉദാത്തമായ സൃഷ്ടിയായ മനുഷ്യനും മൃഗവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാതാവും. ഞാനൊന്ന് നോക്കുക, നമ്മൾ ഒരു ചെറുതായിട്ടൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഒരാട് പ്രസവിച്ച് ആ കുഞ്ഞങ്ങ് താഴെ വീണ് കഴിഞ്ഞാൽ ആ ആട്ടിന്റെ കുട്ടിയെ നിങ്ങൾ കൊണ്ടുപോയിട്ട് പാല് കുടിപ്പിക്കണോ? വേണ്ട. ആ കുട്ടി ഇങ്ങനെ നിങ്ങൾ നോക്കുന്ന സമയത്ത് 2 സാധനങ്ങൾ തൂങ്ങി കേൾക്കണം, അത് എന്റെ റിസ്ക്കാണ് എന്ന് കണ്ടെത്തുകയും പോയി ആ പാല് കുടിക്കുകയും ചെയ്യും. എന്നിട്ടോ അത് കുറച്ചു കാലം കഴിയുമ്പോൾ ആട് ഇങ്ങനെ കൂടെ ഇങ്ങനെ നടന്ന് കുറെ കഴിയുമ്പോൾ ആ തള്ള അതിന് ഓടിച്ചു വിടും, ഇനി എന്റെ പാല് കുടിക്കണ്ടാവും. അപ്പൊ അത് പാവ് ഓടിപ്പോവും. ഇതാണ് മൃഗങ്ങളുടെ ശരീരത്ത്. അവർക്ക് അള്ള കൊടുക്കുന്ന ശരീരത്ത് അതാണ്. എന്നാൽ മനുഷ്യനെങ്ങനെയാണ്? ഇവിടെ കുട്ടി മിഡ് വൈഫ് കൊണ്ടത് ഇങ്ങനെ അടുത്ത് കിടത്തി ആ കുട്ടി നീന്തി പോയിട്ട് ഒറ്റയ്ക്ക് പാല് കുടിക്കുമോ? ഒരിക്കലും ഇല്ല. അതിനെ കൊണ്ടുപോയി ഇമ്മാന്റെ അടുത്ത് കിടത്തണം, എന്നിട്ട് അതിന്റെ വായിലത്തെ പാല് വെച്ചു കൊടുക്കണം, എന്നിട്ട് അതിങ്ങനെ അതങ്ങനെ കുറച്ചായിട്ട് കുടിക്കും. പിന്നെ അതിന്റെ ഓരോ അനക്കങ്ങളും മറ്റൊരാൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെ പോകണം. അങ്ങനെയാണ് മനുഷ്യനെ പഠിച്ചിട്ടുള്ളത്. എന്നിട്ട് എപ്പോഴാണ് ഈ കോഴി കൊത്തിയാട്ടുന്നത് പോലെ വാപ്പയമ്മി നമ്മളുടെ കൊത്തിയാട്ടൽ എപ്പോഴാ? നമ്മളിനെ അങ്ങനെ ആട്ടി വിടുമോ? കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ആട് അതിന്റെ കുട്ടിനെ ഓടിച്ചു വിട്ടു, ഇനി ഒറ്റക്ക് പോയി നിന്റെ കാര്യം നോക്ക്. കോഴിയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അതിനെ കൊത്തിയാട്ടി. മനുഷ്യനെ എപ്പോഴാ ആട്ടല്? ആട്ടൂല. എനിക്കിപ്പോ 10-60 വയസ്സായി, എൻ്റെ ഉമ്മാക്ക് 10-15 വയസ്സായി. ഇപ്പോഴും എൻ്റെ ഉമ്മാക്ക് എന്നെ കാണണം. എൻ്റെ ഓരോ കാര്യത്തെക്കുറിച്ച് ഉമ്മ ആശങ്കയിലാണ്, ഉത്കണ്ഠയിലാണ്. എന്നിട്ട് ഒക്കെ ഉമ്മാരങ്ങനെ തന്നെ. എത്ര വയസ്സായാലും അവർ കൊത്തിയാട്ടൂല. ഇവിടെ ഞാൻ നോക്കുക, കുടുംബ ജീവിതം പറഞ്ഞു വരുന്ന സമയത്ത് ഈ പക്ഷികളുടെയും മൃഗങ്ങളുടെയും കുടുംബജീവിതവും നമ്മുടെ കുടുംബജീവിതവും ഒരേപോലെ ആക്കിയാൽ പക്ഷിയും നമ്മളൊന്നും മൃഗവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല. പറഞ്ഞുതരാം. ഇപ്പൊ ഈ ആട് ഓടിച്ചു വിട്ട് കോഴി കൊത്തിയാട്ടി കുറെ കഴിഞ്ഞിട്ട് ഈ കോഴി സുഖമില്ലാതെ കിടക്കുകയാണ്, അല്ലെങ്കിൽ ആട് സുഖമില്ലാതെ കിടക്കുക. അപ്പൊ ഈ ആടിന്റെ കുട്ടി എവിടെയോ പോയിട്ട് കുറച്ച് ഫ്ലാവിന്റെ ഇല കടിച്ചു കൊണ്ടുവന്ന് തള്ളക്ക് കൊടുക്കുവോ? തള്ള നേരത്തെ ഇതൊക്കെ കൊത്തിപ്പെറുക്കി കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഇന്നേ വരെ ഒരാടോ ഒരു കോഴിയോ അതിന്റെ തള്ളയെ പരിഗണിച്ചിട്ടില്ല. പക്ഷെ ഇത്രയും വയസ്സ് വരെ എന്നെയും നിങ്ങളെയൊക്കെ കയ്യാ വളർന്ന് കാലാ വളർന്ന് പറഞ്ഞ് നോക്കി വലുതാക്കി വേണ്ടതൊക്കെ സമയാസമയങ്ങളിൽ തന്ന് പോറ്റി വളർത്തി ഈ പാപ്പി ഉമ്മയും ഇന്നൊരു പായ്ത്തലക്കെ കിടക്കുകയാണ്. ആ തള്ളക്കും തന്തയ്ക്കും ഇവന് ഒരു കയ്യിൽ കഞ്ഞിയും കൊടുക്കുന്നില്ല, തിരിഞ്ഞ് നോക്കണമില്ല പറഞ്ഞാൽ ഈ ആടിനേക്കാൾ മോശം ലെവൻ ഉലായിക്കൽ ബലവും അവല്ല. ആടിനെ നോക്കിയിട്ടില്ല, അതുകൊണ്ട് ആടിനെ വാപ്പാനും മാനും നോക്കാൻ കമ്മിറ്റ്മെന്റ് ഇല്ല, ഇതില്ല, ബാധ്യതയില്ല. പക്ഷെ നിങ്ങളെ അങ്ങനെയാണോ? നിങ്ങളുടെ ഈ വയസ്സിന്റെ അങ്ങേയറ്റം വരെ നോക്കിയില്ലേ? എന്നിട്ടും ഒരു പായത്തലക്ക കിടക്കണ ആ തള്ളക്കും തന്തക്കോ ഒരു മരുന്നോ ഒരു നേരം ഒരു കയ്യിൽ കഞ്ഞിയോ കൊടുത്തിട്ടില്ലെങ്കിൽ ഇവനും മനുഷ്യനും മൃഗവും തമ്മിൽ വ്യത്യാസമില്ല. അപ്പൊ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ചില നിയമങ്ങളെ പാലിക്കലാണ്. അത് റഹ്മാനായ റബ്ബ് തന്ന ആ നിയമങ്ങളെ നമ്മൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ യാതൊരു സംശയവുമില്ല, അവൻ അതിൽ നിന്ന് രക്ഷപ്പെടും. അല്ലെങ്കിലോ അങ്ങനെ റഹ്മാനായ റബ്ബ് തന്ന ആ കൽപ്പനകൾ നിങ്ങൾ നിരാകരിച്ചുകൊണ്ട്, നിങ്ങൾ അതിലംഘിച്ചുകൊണ്ട്, അതിനെ മറികടന്നുകൊണ്ട് താന്തോന്നികളായി തോന്നിയവാസികളായിട്ട് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ പരലോകത്ത് നാളെ പൊട്ടക്കണ്ണന്മാരായിട്ട് എണീപ്പിക്കുക, കുരുടന്മാരായിട്ട് ആണ് നിങ്ങൾ മനുഷ്യത്വം വൻക. നിങ്ങളുടെ ജീവിതം ദുസ്സഹമായി പ്രശ്നസങ്കീർണമായി അവസാനം നിങ്ങൾ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കേണ്ട അവസ്ഥ നിങ്ങൾക്ക് വരും. എന്തിനെന്നറിയോ? റഹ്മാനായ റബ്ബിന്റെ നിയമങ്ങള് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും പാലിച്ചിട്ടില്ലെങ്കിൽ. ആ പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള നിയമങ്ങളെ നിങ്ങൾ ജീവിതത്തിൽ പാലിക്കുക എന്ന് പറയുന്നത് ബാധ്യതയാണ്. അത് സംഭവിച്ചിട്ട് അത് ചെയ്തിട്ടില്ലെങ്കിൽ അവന്റെ അവസ്ഥ വല്ലാത്തൊരു ദുരവസ്ഥയാണ്.
എന്താണ് മനുഷ്യൻ എന്താണ് പാലിക്കുക പറഞ്ഞാൽ, മനുഷ്യന് മൃഗവും തമ്മിലുള്ള വ്യത്യാസം, മൃഗത്തിന് കാഴ്ച മാത്രമേ ഉള്ളൂ, നമുക്ക് കാഴ്ചപ്പാട് കൂടിയുണ്ട്. ഇപ്പൊ നോക്കിക്കോളൂ, നിങ്ങളുടെ വീട്ടിൽ ഒരു കോഴി, ആ കോഴി കുറേ മുട്ട വിരിഞ്ഞു, ആ കോഴി തന്നെ മുട്ട വിരിഞ്ഞു, അതിൽ ഒരു പെട്ടയുണ്ട്, ഒരു പെടക്കോഴിയുണ്ട്, ഒരു ചേവലും ഉണ്ട് അല്ലേ? ഓക്കെ, ഈ പേവലും പെട്ടയും ആരാണ്? ആങ്ങളെയും പെങ്ങളുമാണ്. പക്ഷെ ആ ചേവലിനെ സംബന്ധിച്ചുള്ള ആ പെടക്കോഴി ആരാ? അത് ഒരു കോഴി മാത്രമാണ്, ഒരു പെൺകോഴി മാത്രമാണ്. അല്ലാതെ എന്റെ സഹോദരിയാണ് എന്നുള്ള വിഷൻ അതിനില്ല, കാഴ്ചപ്പാടില്ല, അതിനൊരു നോട്ടം മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? പഠിച്ചോർക്കറിയാം. അതായത് അതിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഭോഗിക്കാനുള്ള ഒരു വേറൊരു കോഴി. അല്ലാണ്ട് ഇത് ഉമ്മയാണെന്നോ ഇത് പെങ്ങളാണെന്നോ ഇത് ആങ്ങളെയാണെന്നോ ഒന്നുമില്ല. പുതിയ സംഗതി അങ്ങനെയാ പറയണത്. നമുക്കിഷ്ടമുള്ള മാതിരി നമ്മൾ ജീവിക്കാം, അതിനാരും തടയിടണ്ട, അങ്ങനെ ആരും നിയമം. പക്ഷെ എന്താ ഞാൻ പറയട്ടെ, നമ്മൾ പറഞ്ഞില്ലേ പാടി നടക്കുന്ന പക്ഷികൾക്കൊന്നും കല്യാണമില്ല, അവർക്ക് മാരേജ് ആക്ട് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടരുത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് നിയമമുണ്ട്. ഒരാട് ഇണചേരുന്നതിന് മുമ്പ് മൂത്രം മണത്തു നോക്കും. ആ പെടയാട് ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ അതിനെ പ്രാപിക്കാതെ പോകാനുള്ള മാന്യത ആട് കാണിക്കലുണ്ട്. അതാണ് ആടിന്, അത് പാലിക്കലുണ്ട്. മാടുകളായി പാലിക്കലുണ്ട്. അത് അങ്ങനെ പാടില്ല. ഒരു 5-8 ആളുകൾ കൂടെ ഒരു പെണ്ണിനെ ആക്രമിച്ച് ബലാത്സംഗം ചെയ്ത് കൊന്നു. നിങ്ങൾ കണ്ടിട്ടില്ലോ? ഒരു 7-8 മൂരികളും കൂടി ഒരു മാടിനെ ഇടങ്ങാറാക്കണത് കണ്ടിട്ടോ? അവിടെയാണ് ഉലായിക്കല്ല ബലം വന്നല്. മനുഷ്യമൃഗത്തെക്കാൾ മോശമാണ് അവിടെയാ. അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു നിയമമുണ്ട്, അവർക്കൊരു ശരീഅത്തുണ്ട്. അതല്ല പറഞ്ഞത്, അത് പ്രകാരം അവർ പോണ്ട്. അതല്ലാതെയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. മനുഷ്യൻ അവരിലേക്കൊരു പ്രവാചകൻ അയച്ചിട്ടില്ല, അവരിലേക്കൊരു വേദഗ്രന്ഥം കൊടുത്തിട്ടില്ല. പക്ഷെ നമ്മളിലേക്ക് നബിമാര് വന്നിട്ടുണ്ട്, വേദഗ്രന്ഥം തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, വാപ്പാനോടിങ്ങനെ, ഉമ്മാനോടിങ്ങനെ, പെങ്ങളോടിങ്ങനെ, ആങ്ങളയോടിങ്ങനെ, വല്യമാനോടിങ്ങനെ, വല്യപ്പാനോടിങ്ങനെ, അയൽവക്കക്കാരോടിങ്ങനെ എന്ന് പറഞ്ഞ് ഓരോ കാര്യവും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതെല്ലാം പഠിപ്പിച്ചു തരപ്പെട്ടതിന് ശേഷവും ഈ നിയമങ്ങളൊക്കെ തൂക്കി വീശി കാട്ടിൽ വലിച്ചെറിഞ്ഞിട്ട് നമ്മുടെ ഇഷ്ടത്തിനങ്ങ് പോവുക എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യൻ മൃഗത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ആ മൃഗീയമായ ഒരു അവസ്ഥയിൽ നിന്ന് അവനെ മാനവികമായ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും ഒക്കെ നമുക്ക് ദീന് പഠിപ്പിച്ചു തന്നത്. ആയതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ലിബറലിസം എന്നും മറ്റേ ക്യാപിറ്റലിസം എന്നും മറ്റേസം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഓരോ സാധനം ഉണ്ടാക്കിയാൽ അതൊന്നും യുഖബല അതൊന്നും റബ്ബ് സ്വീകരിക്കില്ല. എന്ന് മാത്രമല്ല അതിന്റെ ഒക്കെ ഇടങ്ങേറ് നിങ്ങൾ സഹിക്കേണ്ടി വരും. എന്റെ കുട്ടികൾക്ക് ഒരു രസം കേൾക്കണം. ഞാനിവിടെ ഒരു എയ്ഡ്സ് ബാധിച്ച കുട്ടികളുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. ഒരു സ്കൂളുകാരും അവർക്ക് പരിപാടിക്ക് സ്ഥലം കൊടുത്തില്ല. കാരണം എന്താണെന്നറിയാം, ആ കുട്ടികൾ പരിപാടി പങ്കെടുത്ത അടുത്ത ദിവസം സ്കൂളിലെ കുട്ടികൾക്ക് വരുമെന്ന് പേടിച്ചിട്ട്, രക്ഷിതാക്കളുടെ ആശങ്ക പേടിച്ചിട്ട് ആരും സമ്മതിച്ചില്ല. അവസാനം ഇത് എവിടെയാണ് നടത്തുന്നറിയോ? മലമ്പുഴയിൽ നിന്ന് അങ്ങോട്ട് കവയിലേക്ക് പോകണം, അവിടെയുള്ള ഒരു തെങ്ങുംതോപ്പിൽ. ആ തെങ്ങുംതോപ്പിലാണ് കുറേ കുട്ടികൾ. ഞാൻ അവിടെ ഒരു കൗൺസിലിംഗ് ക്ലാസ്സിന് വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ ഒരു കുട്ടി, ഒരു 6ാം ക്ലാസ് പഠിക്കുന്ന നല്ല ചന്തവും ചേലും ചൊറുക്കുള്ള ഒരു മോനെ, അവൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, സാറേ രാത്രി ഇതിൽ കൂടെ നിങ്ങൾ നടക്കുമോ ചോദിച്ചു. രാത്രി 2 മണിക്ക് നടക്കുമോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ ചങ്ങായി, ഇവിടെ പകലെന്നെ നടക്കാൻ പറ്റൂല, ആന കയറുന്ന സ്ഥലം, പിന്നെ രാത്രി നടക്കുമോ? ഞാൻ രാത്രി നടക്കൂല, എന്നാ ഞാൻ നടക്കും പറഞ്ഞു. നീ മിടുക്കനാണല്ലോ. അപ്പൊ അവൻ എന്താ പറഞ്ഞതറിയോ? പക്ഷേ പട്ടാപ്പകൽ എന്റെ നാട്ടിൽ കൂടെ, എന്റെ വീട്ടിന്റെ അടുത്ത് കൂടെ, ഞങ്ങളുടെ തെരുവിൽ കൂടെ, ഞങ്ങളുടെ വീതിയിൽ കൂടെ നിങ്ങൾ നടക്കാൻ പറഞ്ഞാൽ സാറേ എന്നെ കൊണ്ട് നടക്കാൻ കഴിയില്ല. കാരണം എയ്ഡ്സ് ബാധിച്ചവനാണ് ഞാൻ. അവരൊക്കെ എന്നെ ഒരു നികൃഷ്ട ജീവിയായിട്ടാണ് നോക്കുന്നത്, ഒരു മോശപ്പെട്ട കുട്ടിയായിട്ടാണ് കാണുന്നത്, ഒരു അശ്ലീകരമായിട്ടാണ് എന്നെ കാണുന്നത്. ഞാൻ എന്ത് തെറ്റ് ചെയ്തു സാർ? എന്റെ അച്ഛൻ ലാറി ഡ്രൈവറാണ്, എവിടെയോ പോയിട്ട് അയാൾ ഒരു അസുഖം കൊണ്ടുവന്നു, അത് അമ്മയ്ക്ക് പിടിച്ചു, അമ്മയും അച്ഛനും വന്ന കാരണം എനിക്കും പിടിച്ചു, ഞാനൊരു തെറ്റും ചെയ്തില്ല. ഈ സമൂഹം മുഴുവൻ എന്നെ ഒതുക്കുകയാണ്. രണ്ടാമത്തെ കുട്ടി എന്നോട് പറഞ്ഞെന്താണെന്നറിയാം, വെക്കേഷൻ ആകുമ്പോൾ പേടിയാ, വെക്കേഷൻ ആകുമ്പോൾ വീട്ടിലേക്ക് പറഞ്ഞേക്കും, വീട്ടിൽ പറഞ്ഞയച്ച അമ്മാവൻ്റെ മക്കള്, എളാപ്പാൻ്റെ മക്കള്, വലിയച്ഛൻ്റെ മക്കളൊക്കെ കൂടെ വരും, അവരുടെ കൂടെ ഞങ്ങളെ കളിക്കാനയക്കില്ല. എന്നിട്ട് എന്നെ വീട്ടിൽ ആട്ടിന്റെ കൂടുണ്ട്, ആ കൂട്ടിൽ കൊണ്ടുപോയിട്ട് എന്നെ അടക്കും, വീട്ടിന്റെ അകത്തേക്ക് കയറ്റില്ല. വായിഷപ്പം വലുത്ത അല്ലേ?
അള്ളാഹിന്റെ നിയമമല്ലാണ്ട് നിങ്ങൾ മൃഗങ്ങളെ പോലെ ജീവിച്ചാൽ അതിന്റെ ദുരന്തമായിട്ട് നിങ്ങൾ ഇതുപോലുള്ള രോഗങ്ങളും ഇതുപോലുള്ള പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ ഇവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്കത് വലിയ സങ്കടം. നമുക്കത് പാരാണ്. അന്യാണോ അന്യ പെണ്ണും വഴി ഇങ്ങനെ വർത്താനം പറയാൻ പാടുള്ളൂ, ഇങ്ങനെ ഡിസ്റ്റൻസ് കാണാൻ പാടില്ല, അല്ലെങ്കിൽ കാണുന്നതിന് ഒരു പരിമിതിയുണ്ട്, വർത്താനം പറയുന്നതിന് പരിമിതിയുണ്ട്, കൈ കൊടുക്കുന്നതിനും തൊടുന്നതിനും ഒക്കെ പരിമിതിയുണ്ട് എന്നൊക്കെ പറഞ്ഞ സമയത്ത് നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത്? ഈ കാലത്തൊക്കെ മിങ്കിൾ ചെയ്തിട്ട് എല്ലാവരും ആണും പെണ്ണും ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സോഷ്യൽ മിങ്കിളിങ്ങിന്റെ കാലം. ഈ കാലത്ത് വന്നിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇത് പാടില്ല ഇത് പാടുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നടക്കാനാണ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നമുക്ക് ഈ നിയമങ്ങളൊക്കെ ഒരു ഭാരമായിട്ട് തോന്നുകയാണ്. ഇത് ഭാരമായി തോന്നിയാൽ അതിന്റെ പരിണിതിയായിട്ട് നമുക്ക് വരാൻ പോകുന്നത് ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്, അള്ളാഹു ശിക്ഷയുടെ വലിയ ചമ്മട്ടി നിങ്ങളുടെ മേലെ ചൊരിയും. വലിയ ശിക്ഷ നിങ്ങളിൽ ആപതിക്കും. അത് നിങ്ങളെ കൊണ്ട് തടുക്കാൻ കഴിയില്ല. കാരണം നിങ്ങളെ കാഴ്ചപ്പാടോടുകൂടി അയച്ചതിന് ശേഷം നിങ്ങൾ താന്തോന്നികളായിട്ട് ജീവിച്ചതിന്റെ ദുരന്തം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ലോകത്തിന്റെ നാനാഭാഗത്ത്. ഇതാണിപ്പോ ഒരു ഭാഗത്ത് സംഭവിക്കുന്നത്. എന്റെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റിയമായിട്ട് ഒരു ചെറുതായിട്ടൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഈ തമിഴ്നാട്ടിൽ കൂടെ ഒക്കെ നമ്മൾ പോയാലേ ബസ് സ്റ്റാൻഡിലൊക്കെ നിറയെ സർക്കസ് കാണിക്കും. അപ്പൊ ആ സർക്കസിന്റെ ഇതുപോലെ ഒരു തൂണ്, അപ്പുറത്തൊരു തൂണ്, ആ തൂണിൽ നിന്ന് മറ്റൊരു തൂണിലേക്ക് ഒരു കയറിങ്ങനെ വലിച്ചു കെട്ടി, അതിന് മേലെ കൂടെ ഒരാൾ നടക്കുകയാണ്. ആ നടക്കുന്ന ആളുടെ കയ്യിൽ ഇങ്ങനെ ഒരു വടിയുണ്ട്. ആ വടി വെച്ചിട്ടാണ് അയാൾ ഇങ്ങനെ നടന്നു പോണം, വടി ഇങ്ങനെ പിടിച്ചിട്ട്. അപ്പൊ താഴെ നിന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഒരു ചങ്ങായി പറയണേ, അതെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ മൊയന്ത് പറയും, നമ്മുടെ ഭാഷയില് ഒരു അന്തംകമ്മി അയാളുള്ള ആള്, ഒരു അന്തല്ലാത്തൊരു ചങ്ങായി. അവൻ ഈ മനുഷ്യൻ കിടക്കണെന്നിട്ട് അയാൾ ഒറ്റക്ക് നടക്കണതേ ആരോ പറഞ്ഞല്ലേ, പോരെങ്കിലും ഒരു വടി. ആ വടി അയാൾക്ക് ഭാരമാണോ? മനസ്സിലായില്ല. ആ വടി അയാൾക്ക് ഭാരമല്ല. ആ വടി എന്താണ്? അയാളെ ആ ഞാണിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ വീഴാതെ അങ്ങോട്ട് എത്തിക്കുന്ന അയാൾക്കുള്ളൊരു സഹായമാണ് യഥാർത്ഥത്തിൽ എന്ത്? ആ വടി. ആ വടി ഭാരമാണ് പറഞ്ഞിട്ട് അയാൾ താഴ്ത്തിട്ടാലോ അയാളായിട്ട് പോണത് തലയും കുത്തി താഴ്ത്തു വീഴും. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ദിവസം 17 തവണ നമ്മൾ ചോദിക്കുന്ന ഒരു സാധനമുണ്ട്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ എങ്ങനെയാ പഠിച്ചവനെ ജീവിക്കേണ്ടത്? ഞങ്ങൾ എങ്ങനെയാ പെരുമാറേണ്ടത്? എങ്ങനെയാ ഞങ്ങൾ കൊടുക്കൽ വാങ്ങൽ നടക്കേണ്ടത്? എങ്ങനെയാ ഞങ്ങൾ കുടുംബജീവിതം നടത്തേണ്ടത്? എങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ഓരോ കാര്യം ഞങ്ങൾ എങ്ങനെ ചെയ്യണം? റബ്ബിനോട് ചോദിക്കണം. അപ്പൊ അള്ളാഹ് പറയാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ഇതാ നിങ്ങൾക്ക് നേർമാർഗം ഇതാ തന്നിരിക്കുന്നു. ആ നേർമാർഗത്ത് കൂടെയാണ് നമ്മൾ, ആ വരെ കൂടെയാണ്, ആ കയർ കൂടെ നമ്മൾ പോവുകയാണ്. ആ സമയത്ത് നമ്മൾ വീഴാതിരിക്കാൻ നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ളതാണ് തറക്തു ഫീക്കും അംറൈൻ ലൻ തദില്ലു തമസ്സക്തു ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂൽ. അതിൽ നിന്ന് നിങ്ങൾ വീഴാതിരിക്കാൻ നിങ്ങൾക്ക് 2 കാര്യം തന്നിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ. എന്താണെന്നറിയോ? ഒന്ന് കിതാബുല്ലാഹ്, മറ്റൊന്ന് സുന്നത്ത് റസൂൽ. ഒന്ന് അള്ളാന്റെ കൽപ്പനയും, വേറൊന്ന് റഹ്മാനായ റബ്ബിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും. ഇത് രണ്ടും ജീവിതത്തിൽ പാലിച്ചും പകർത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ലൻ തദില്ലു, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല? വഴിപിഴക്കുകയില്ല. അങ്ങനെ വഴിപിഴക്കാതെ നേർമാർഗത്തിലൂടെ സന്തോഷകരമായ സമാധാനപരമായ ഒരു ജീവിതം കുടുംബരംഗത്തും സാമൂഹിക രംഗത്തും അതേപോലെ ഓരോ രംഗത്തും ലഭിക്കുവാൻ വേണ്ടി പടച്ചതമ്പുരാൻ നൽകിയ ഈ കൽപ്പനകളെ നമ്മൾ സ്വീകരിക്കുകയും നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ എന്ത് പ്രയാസപ്പെട്ടാലും അതൊക്കെ സഹിച്ചു മുന്നോട്ട് പോകാനും തയ്യാറാണ്. ഒരു കഥയും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എന്താ സംഭവം എന്നറിയാം? ഒരു പ്രാവുണ്ട്, ഒരു പക്ഷിയുണ്ട്. ആ പക്ഷിങ്ങനെ തേനീച്ചയെ നോക്കുമ്പോൾ തേനീച്ച എവിടെയൊക്കെയോ 10,000-കണക്കിന് കിലോമീറ്റർ ദൂരം പോയിട്ട് ലക്ഷക്കണക്കിന് പൂക്കളിൽ നിന്ന് തേന് കൊണ്ടുവന്ന് വെച്ചിട്ട് ആ തേന് ശേഖരിച്ചിങ്ങനെ വെക്കും തേനീച്ച. ഈ മനുഷ്യന്മാര് പോയിട്ട് അതിന്റെ ചോട്ടിലിത്തിരി തീ കാണിച്ചിട്ട് തേനീച്ചകളുടെ ഓട്ടിവിട്ട് അതിനെയൊക്കെ എടുത്ത് പിഴിഞ്ഞെടുത്ത് തിന്നും. ഇത് കണ്ടപ്പോ പക്ഷി ചോദിച്ചു അവനോട്, എന്താ ചോദിച്ചെന്നറിയോ? എത്ര കാലായിടോ അവര് നിന്നെ പറ്റിക്കൽ തുടങ്ങിയിട്ട്? നീ ഇത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കണൊക്കെ ഈ മനുഷ്യന്മാരെ അടിച്ചു മാറ്റി കൊണ്ടുപോവുകയല്ലേ? നീ എന്തിനത്ര ഇടങ്ങാറായിട്ട് ഇത് ചെയ്യണത്? നിർത്തിക്കൂടെ നിനക്ക് ഈ പണി? നീ ഇങ്ങനെ ഈ പോഴത്തരം നീ വേണോ? ഇങ്ങനെ പറ്റിക്കപ്പെടണോ? ഇങ്ങനെ ഏമാത്ത് പോണോ എന്ന് ചോദിച്ചപ്പോ അന്ന് തേനീച്ച പറഞ്ഞു പോലും ഒരു മറുപടി. എന്താണെന്നറിയോ?
എവിടെയോ കിടക്കണ പൂവിന്റെ ക്വാളിറ്റി, അതിലുള്ള തേനിന്റെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കി ആയിരക്കണക്കിന് നൂറുകണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള പേരിനെ അറിയാനുള്ള കഴിവ് ടെക്നോളജി അല്ല എനിക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് അത് കൊണ്ടുവന്നിട്ട് എന്റെ ശരീരത്തിലൂടെ പ്രത്യേക പ്രക്രിയയിലൂടെ മഹത്തായ ഒരു ഔഷധം ഉണ്ടാക്കാനുള്ള കഴിവല്ല തന്നിട്ടുണ്ട്. ദുനിയാവിൽ ആർക്കും അല്ല ഈ കഴിവ് കൊടുത്തിട്ടില്ല, അതെനിക്ക് മാത്രമേ തന്നിട്ടുള്ളൂ. ആ തന്ന കഴിവിന് നന്ദി കാണിക്കാൻ വേണ്ടി ആര് പഠിച്ചിട്ട് പോയാലും വേണ്ടില്ല, ആര് അടിച്ചു മാറ്റിയാലും വേണ്ടില്ല, ഞാൻ എന്റെ റഹ്മാനായ റബ്ബ് എനിക്ക് തന്ന ഈ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ വേണ്ടി ഈ മാലോകർക്ക് ഇത് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. എന്തപ്പോ പറഞ്ഞത്? ഈ തേനീച്ചക്ക് അള്ള കൊടുത്ത അനുഗ്രഹം പോലെ എനിക്കും നിങ്ങൾക്കൊന്നും ചെലവില്ലാണ്ട് കിട്ടിയ ഒരു അനുഗ്രഹമുണ്ട്. എന്താണെന്നറിയോ? എന്താ? നമ്മൾ ആരും അധ്വാനിക്കാതെ കിട്ടിയ ഒരു അനുഗ്രഹമുണ്ട്. അതെന്താണെന്നറിയോ? നമ്മളൊക്കെ മുസ്ലിമായി എന്നുള്ളതാണ്. നമ്മളൊക്കെ ഞാൻ ഈ പറഞ്ഞ ആ നേർമാർഗത്തിൽ ജീവിക്കാൻ അള്ള അവസരം തന്നു എന്നുള്ളതാണ്. നമ്മൾ ആരും കഷ്ടപ്പെട്ട് ദീന് പഠിച്ചിങ്ങോട്ട് പോന്നതല്ല. വാപ്പി ഇമ്മി മുസ്ലിം ആയതിന്റെ പേര് മുസ്ലിമായി കുടുങ്ങിയതാ, അല്ലേ? അങ്ങനെയല്ലേ? മഹാഭാഗ്യവാന്മാരാണ് നമ്മൾ. ആയതുകൊണ്ട് തന്നെ എന്തെന്നെ നഷ്ടം സഹിക്കുകയാണെങ്കിലും റഹ്മാനായ റബ്ബിന്റെ ഈ മാർഗം വിട്ടുകൊണ്ട് അതിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് വഴിമാറിക്കൊണ്ട് ഞങ്ങൾ പോവുകയില്ല. ആ റബ്ബിന്റെ മാർഗത്തിലേ ഞങ്ങൾ ജീവിക്കുകയുള്ളൂ. എന്ത് നഷ്ടം അതിൽ വന്നാലും മതി വേണ്ടില്ല എന്ന് ആ തേനീച്ച പറഞ്ഞ പോലെ നമുക്ക് പറയാൻ കഴിയേണ്ടതുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.